ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ മോശമാക്കി കാണിക്കാനോ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഫോൾട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഓഫറുകൾ അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങൾ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയ സമയത്ത് കണ്ട ഒരു ഓഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, സ്ഥാപനത്തെയോ സ്ഥാപനത്തിലുള്ള ആളുകളെയോ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവരുടെ ബില്ലിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും എറർ കൊണ്ട് സംഭവിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു കാര്യം ആ സ്ഥാപനത്തിൽ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്ത ഉടനെ തന്നെ അവരെനിക്ക് ആ ഒരു റിമൈനിങ് എമൗണ്ട് റീഫണ്ട് ചെയ്ത് ക്യാഷായിട്ട് തരുകയും ചെയ്തു. കുട്ടികൾ കഴിക്കുന്ന പൊട്ടറ്റോ ചിപ്സ് 3.95 AED ആണ് ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഞാൻ 3 പാക്കറ്റ് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ 3 പാക്കറ്റിൻ്റെ കോംബോ ഓഫർ ഇരിപ്പുണ്ടായിരുന്നു. 3 പാക്കറ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് 11.25 ദിർഹംസും അതിൻ്റെ ഓഫർ പ്രൈസ് 7.90 ദിർഹംസാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നത്. ഞാൻ ആ 3 പാക്കറ്റിൻ്റെ കോംബോ ഓഫർ എടുത്തിട്ട് ബിൽ കൗണ്ടറിൽ ചെന്ന സമയത്ത് ബില്ലിങ്ങിൽ 11.25 ബില്ലടിച്ച് എനിക്ക് തന്നു. ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് വീണ്ടും സംശയം തോന്നി, ഓഫർ പ്രൈസ് തന്നെയാണോ ബില്ലിൽ ഉള്ളതെന്ന് തോന്നി. ഞാൻ ആകെ ഒരു ഐറ്റം മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഓഫർ പ്രൈസ് 7.90 കിടക്കുന്നുണ്ട്. ഞാൻ കസ്റ്റമർ കെയറിൽ പോയി പറഞ്ഞു, നിങ്ങളുടെ ഓഫറിലൊരു ഐറ്റം എടുത്തിട്ട് എനിക്കതിൻ്റെ ആക്ച്വൽ പ്രൈസിന് ബില്ല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരത് അപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള എന്തോ എറർ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുകയും ചെയ്തു. സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അപ്പോൾ തന്നെ ചെയ്തു. നമ്മൾ പലപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതുപോലുള്ള ഓഫർ കാണുമ്പോൾ ഓഫറിൽ കാണുന്ന കോംബോ ഓഫറുകൾ 2-3 ഐറ്റംസ് ഒക്കെ ഒരുമിച്ച് വരുന്ന ഓഫറുകൾ വാങ്ങി നമ്മൾ ബാസ്ക്കറ്റിലിടും, ബില്ല് ചെയ്ത് പോരും. പലപ്പോഴും ആ ഓഫറിൽ അടിച്ചിട്ടുള്ള എമൗണ്ട് തന്നെയാണോ ബില്ലിൽ വന്നിട്ടുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഇത് 4-5 അതല്ലെങ്കിൽ കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ കൂട്ടത്തിലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ചെറിയ ഡിഫറൻസ് ശ്രദ്ധിക്കാതെ പോകും. ഞാനിപ്പോൾ ഒരു ഐറ്റം മാത്രം വാങ്ങിയുകൊണ്ട് എനിക്കത് രണ്ടാമത് റീചെക്ക് ചെയ്യാനും അത് പോയി എമൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കസ്റ്റമർ കെയറിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ബൾക്കായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന ആളുകൾ പലരും ഇതുപോലെ ക്രോസ് ചെക്ക് ചെയ്യാറില്ല. നമ്മൾ ഓഫറിലുള്ള ഐറ്റത്തിൻ്റെ അതേ പ്രൈസ് തന്നെയാണ് അവിടെ ബില്ലടിക്കുന്ന സമയത്ത് ക്രോസ് ചെക്ക് ചെയ്യാൻ വിട്ടുപോകാത്ത ആളുകളുണ്ട്. ചിലർ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു മെസ്സേജ് ചെയ്യുന്നത്. ഇത് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമായതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, സ്ഥാപനത്തെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അവരുടെ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ആ ഓഫർ സിസ്റ്റത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എന്തോ ചെറിയ പശ കൊണ്ടാണത് സംഭവിച്ചത്. അപ്പോൾ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഒഴിവാക്കാം. ചിലപ്പോൾ വലിയ വലിയ നഷ്ടങ്ങളും ഒഴിവാക്കാം. നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വില തന്നെയാണ് നമ്മളുടെ ബില്ലിൽ അടിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഓഫറിലുള്ള ഒരു സാധനം എടുക്കുമ്പോൾ ആ ഓഫർ പ്രൈസ് തന്നെയാണ്, അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അല്ല, ഓഫർ പ്രൈസാണ് നമുക്ക് ബില്ലിൽ അടിച്ചിട്ട് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്തമാണ്.